ഒരു റഷ് വന്ന് നമ്മൾ ആദ്യത്തെ 1 ടൈമിൽ നമുക്ക് ഭയങ്കര ത്രില്ലടിപ്പിക്കും. സെക്കൻഡ് ടൈം വാച്ചിങ്ങിൽ നമുക്ക് ആ ത്രില്ല് കുറയും. തേർഡ് ടൈം വാച്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ അതാണ് ചോദിച്ചത്. ആദ്യം കണ്ടപ്പോൾ എന്നെ ത്രില്ലടിച്ചത് ആദ്യം കാണുന്ന ഓഡിയൻസിന് ത്രില്ല് ചെയ്യും. പേര് സ്ക്രീനിൽ തെളിഞ്ഞ് ആ ഒരു മൊമെൻറ്റിൽ എന്താണ് ഫീൽ ചെയ്തത്? സന്തോഷം. ഇത് പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മെൻഷനിങ് എന്തായാലും നാഷണൽ അവാർഡിൽ വരുമെന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ജാക്ക് പോട്ട് പോലെയായിരുന്നു അത് ബെസ്റ്റ് എഡിറ്ററും കൂടെ വന്നത്. നമുക്ക് റഫ് ഫുട്ടേജ് ചുമ്മാ കട്ട് ചെയ്തിടുന്ന പോലെ അല്ലല്ലോ, ഒരു മ്യൂസിക് അല്ലെങ്കിൽ അതിലേക്ക് ഈ സ്ലോ മോഷൻ ഷോട്ടുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഒരു പൈലറ്റ് എപ്പിസോഡ് വെച്ച് രണ്ടാമത് ഡബ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ചിലപ്പം കഷ്ടപ്പെട്ട് വരും. അപ്പോൾ ഇതിൽ സീൻസ് ചെയ്തു വരുമ്പം ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നാടകത്തിൻ്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ, അത് കയറി വരുമോ, എങ്ങനെയായിരിക്കും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പടം എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ നടന്നിട്ടുള്ളൊരു ക്രൈം, അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് പുറത്ത് ഇരുണ്ട് കൂടുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നു. മരങ്ങൾ ഇങ്ങനെ ഒലയുന്നത്, കാറ്റടിക്കുന്നു. ഇവരുടെ ക്യാരക്ടർ മാറി അനുസരിച്ച് പ്രകൃതി മാറുന്നുണ്ട്. പ്രശ്നം വരാൻ തുടങ്ങുമ്പോൾ ഇടിവെട്ടി തുടങ്ങുന്നു. ഹരി എന്ന് പറഞ്ഞ ക്യാരക്ടർ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഇരുണ്ട് തുടങ്ങി. അത് ശരിക്കും എല്ലാവരും ഒന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടോയെന്നില്ല എന്ന് തോന്നുന്നു. ആനന്ദിന് ഭയങ്കര ഇതായിരുന്നു ആട്ടത്തിൽ എഡിറ്റിങ്ങിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണമെന്ന്. എൻ്റെ അടുത്ത് ആനന്ദ് വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എന്താണ് പക്ഷേ ഇതിൻ്റെ എഡിറ്റിങ്ങിന് ആരും മനസ്സിലാക്കാതെ പോകുന്നത്, എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം? സിനിമയുടെ പിന്നണി പ്രവർത്തകർ മുഖ്യധാരയിലോട്ട് വരാത്ത ഈ ഒരു അവസ്ഥ ദൂരീകരിക്കപ്പെടണം എന്നുള്ളൊരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെയല്ല. കാരണം എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ പിന്നോട്ട് നിൽക്കത്തില്ല എന്ന് തോന്നുന്നു. എഡിറ്റിംഗ് ഈസിയാണോ? ഒരിക്കലും. ഹായ്, ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ദ നാഷണൽ അവാർഡ് വിന്നർ, ആട്ടം സിനിമയുടെ എഡിറ്റർ മഹേഷ് ഭുവനെ എന്നാണ്. ചേട്ടാ, വെൽക്കം. അപ്പോൾ വളരെ സന്തോഷമുണ്ടെന്നറിയാം. ഈ ഒരു അവസരത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ക്ലീഷേ ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കണം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ വായിച്ചൊരു കാര്യമാണ്. അപ്പം ആട്ടം സിനിമ ഇറങ്ങിയ സമയത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് നാഷണൽ അവാർഡ് കിട്ടണം അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിൽ കൂടുതൽ അവാർഡ് കിട്ടി. അതിൽ ഒരെണ്ണം ചേട്ടൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എഡിറ്റിങ്ങിനാണ് കിട്ടിയത്. ആ ഒരു വാർത്ത ആദ്യമേ കണ്ട സമയത്ത് ഈ പേര് സ്ക്രീനിൽ തെളിഞ്ഞ ആ ഒരു മൊമെൻറ്റിൽ എന്താണ് ഫീൽ ചെയ്തത്? സന്തോഷം. ഇത് പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മൾ ആട്ടത്തിന് ഒരു മെൻഷനിങ് ഉണ്ടാവുമെന്ന് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, ആഗ്രഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായത്. പക്ഷേ പ്രതീക്ഷ നമുക്ക് കിട്ടിയിരുന്നു. കാരണം ഇഫി ഗോവയിൽ ഇന്ത്യൻ പനോരമയിൽ ഓരോ ഓപ്പണിംഗ് സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പടമാണ്. കാരണം എത്രയോ നാൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ഇന്ത്യൻ പനോരമയിൽ ഓപ്പണിംഗ് സിനിമയായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു പടം, അത് ഇന്ത്യ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പടമാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു പടത്തിന് എന്തെങ്കിലും നാഷണൽ അവാർഡിൽ ഒരു മെൻഷനിങ് ഉണ്ടാവുമെന്ന് നമ്മൾ ഗോവയിൽ ഫെസ്റ്റിവലിന് പോയപ്പോൾ അവിടുത്തെ ഇതുമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ എല്ലാവരും ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു മെൻഷനിങ് എന്തായാലും നാഷണൽ അവാർഡിൽ വരുമെന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ജാക്ക് പോട്ട് പോലെയായിരുന്നു അത് ബെസ്റ്റ് എഡിറ്ററും കൂടെ വന്നത്. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ഈ എഡിറ്റിങ്ങിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? എഡിറ്റിങ്ങിൽ എൻ്റെ കരിയറിൽ ഞാൻ അക്കാഡമിക്കായിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോയമ്പത്തൂരാണ് പഠിക്കാൻ പോയത്. അത് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ശരിക്കും സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് സയൻസ് സ്റ്റെഡ് എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേരള ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ കോഴ്സ് ചെയ്തത്. ഫിലിം മേക്കിംഗ്, ഡിജിറ്റൽ വീഡിയോ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ ചെയ്തത്. അതിൽ നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ആദ്യം കോഴ്സിൽ കയറിയിട്ട് പിന്നീട് നമുക്ക് ഏതിലേക്ക് വേണ്ടി അതിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് എഡിറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എഡിറ്റിങ്ങിലേക്ക് കയറിയത്. കരിയർ ബേസ് നോക്കുകയാണെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണ ശരിക്കും പറഞ്ഞാൽ ഞാൻ ACBയിലാണ്. ACBയിൽ എഡിറ്ററായിട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഏഷ്യാനെറ്റിലേക്ക് പോകുന്നത്. ഏഷ്യാനെറ്റിൽ പുളിയറക്കോണം മെയിൻ സ്റ്റുഡിയോയിൽ ഞാൻ ഏഷ്യാൻ ന്യൂസും ഏഷ്യാൻ്റെ മെയിൻ ചാനലിലും ഏകദേശം ഒരു 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആണ് നമ്മൾ മഴവിൽ മനോരമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഏകദേശം ഒരു 9 വർഷം ഞാൻ വർക്ക് ചെയ്തു. അവിടെ ഒരു സീനിയർ എഡിറ്ററായിട്ടാണ് ഞാൻ അവസാനം 2019 റിസൈൻ ചെയ്യുമ്പോൾ മഴവിൽ മനോരമയിൽ സീനിയർ എഡിറ്ററായിരുന്നു. അങ്ങനെ റിസൈൻ ചെയ്തിട്ട് ആണ് പിന്നെ സിനിമയിലേക്ക് വരുന്നത്. അപ്പം ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്തും സിനിമ എന്നൊരു പാഷൻ ഉള്ളിലുണ്ടായിരുന്നു? ഉറപ്പായിട്ടും. കാരണം ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ സിനിമ തന്നെയായിരുന്നു നമ്മുടെ. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന വഴികൾ അങ്ങനെ ആയപ്പം ആ ചാനലിൽ അങ്ങനെ ഇപ്പം അവിടെ നിന്ന് ചാനലിലേക്ക് കിട്ടുന്നു, ആ ചാനലിൽ നമ്മൾ നിൽക്കുമ്പോൾ അടുത്തൊരു ചാനലിലേക്ക് കിട്ടുന്നു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ സേഫായിട്ട് പോയെങ്കിലും ഞാൻ സിനിമ വിട്ടില്ലായിരുന്നു. കാരണം ഞാനിപ്പം ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ സൗഹൃദത്തിൽ ഉള്ള കുറേ പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ചാനലിൽ ഒരു 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഫ്രീ സമയമുണ്ട്.
ഞാനപ്പോൾ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിലെ ജോലി കഴിഞ്ഞ് അത് നമ്മളെ അനുവദിക്കണ കുറച്ച് സുഹൃത്തുക്കൾ, ഇപ്പം വിവേക് ഹർഷനാണെങ്കിലും നിഷാദ് യൂസഫ്, ദിലീപ് ഡെന്നിസ്, സോബിൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് എഡിറ്റേഴ്സ് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നവർ. അപ്പം അവർ നമുക്ക് ചാൻസ് തരുമായിരുന്നു. കാരണം നമ്മൾ അവിടുത്തെ ഒരു ജോലി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പം ആ ഒരു 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം ഇവരുടെ കൂടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്, മാക്സിമം അസിസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇത്. അപ്പോൾ നമുക്ക് ആ ടച്ച് വിട്ടു പോകില്ലായിരുന്നു. എനിക്ക് ഇൻഡസ്ട്രിയിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, സിനിമയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അറിയായിരുന്നു, പുതിയ ടെക്നോളജി ആയാലും എന്തായാലും സിനിമ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് പക്കയായിരുന്നു. അങ്ങനെ ഞാൻ മഴവിൽ മനോരമയിൽ നിൽക്കുന്ന സമയത്താണ് അഹമ്മദ് കബീർ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യുന്നു. അഹമ്മദ് വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരേ പ്രോഗ്രാമിൽ, ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു അഹമ്മദ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം കൂടുതൽ സമയം എഡിറ്റിംഗ് റൂമിൽ ഉണ്ടാവുന്ന അഹമ്മദായിരുന്നു. അപ്പം ഞാനും അഹമ്മദും തമ്മിൽ ഭയങ്കര ഒരു സൗഹൃദം അവിടെ നിന്നുണ്ടായിട്ട് ഞങ്ങളുടെ കൂടുതലും സിനിമ അഹമ്മദിൻ്റെ ഉള്ളിൽ ഫുൾ സിനിമയാണ്. അപ്പോൾ അങ്ങനെ അഹമ്മദ് എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുമ്പോഴാണ് ജൂൺ എഴുതുന്നത്. ജൂൺ എഴുതി കഴിഞ്ഞിട്ട് അഹമ്മദ് ഇങ്ങനെ അവിടെ നിന്നും കൊണ്ട് ജൂൺ ഓണാക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞാൽ ഇവിടെ നിന്നും കൊണ്ട് എന്തായാലും നടക്കത്തില്ല എന്നുള്ള കണ്ടീഷൻ വന്നിട്ടാണ് അഹമ്മദ് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് ജൂൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അപ്പം അഹമ്മദിൻ്റെ ആദ്യത്തെ പടം ആണ്. അപ്പം ഒരിക്കലും അഹമ്മദിന് ടെക്നിക്കൽ ടീമായിട്ട് ഒരിക്കലും എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോക്കത് നടക്കത്തില്ല. അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാനും റിസൈൻ ചെയ്യാം, പുറത്തിറങ്ങി വർക്ക് ചെയ്യാന്നുള്ളൊരു മൂഡിലേക്ക് നിൽക്കുന്ന സമയത്ത്, റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അഹമ്മദിൻ്റെ 2ാമത്തെ സിനിമ ഓണാവുന്നത്, ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ടൊരു പടം ഓണാവുന്നു. ജോർജ് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമായിരുന്നു. അപ്പോൾ അഹമ്മദ് അങ്ങനെയാണ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മഹേഷ് ചേട്ടൻ ഇൻഡിപെൻഡൻ്റ് എഡിറ്ററായിട്ട് ഇതിൽ അങ്ങനെ അഹമ്മദ് എൻ്റെ അടുത്ത് നിന്ന് കഥ പറയുന്നു. ആദ്യം കഥ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് കഥ പറഞ്ഞിട്ട് പറഞ്ഞു അത് സ്ക്രിപ്റ്റ് പറയണം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഒരു ദിവസം. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സ്ക്രിപ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ ചോദിക്കുന്നത് അടുത്ത നിൻ്റെ പടം ഇതാണോ പരിപാടി? ഇതാണ് എൻ്റെ അടുത്ത പരിപാടി, പക്ഷേ ഞാൻ മാത്രമല്ല നിങ്ങളുമുണ്ട്, നിങ്ങളാണ് ഇതിൻ്റെ എഡിറ്ററായിട്ട് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നു. ആ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ശരിക്കും എന്നാൽ പിന്നെ സിനിമയിലേക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിനുള്ള സമയമായി എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്യുന്നു. റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം പ്രീ പ്രൊഡക്ഷൻസ് കഴിഞ്ഞു, സെറ്റ് വർക്ക് കഴിഞ്ഞു. ഷൂട്ടിന് കറക്റ്റ് 2 മാസം മുമ്പ് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയി. അങ്ങനെ 2 വർഷം ലോക്ക്ഡൗണിൽ നിൽക്കുന്ന സമയത്താണ് അഹമ്മദ് ആഷിഖ് കൈമർ ഇങ്ങനെ മധുരത്തിൻ്റെ ഒരു പ്ലോട്ട് പറഞ്ഞിട്ട് മധുരം അത് ഒരു കോവിഡിൻ്റെ ഒരു ലിമിറ്റേഷൻസ് വെച്ച് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു ചെറിയ ഒരു ഇത് വന്നപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്ത പടമായിരുന്നു മധുരം. അങ്ങനെയാണ് മധുരത്തിൽ ഇൻഡിപെൻഡൻ്റ് എഡിറ്ററായിട്ട് ആദ്യം വരുന്നത്. അപ്പം ഞാൻ ഈ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എടുത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ്റെ മുമ്പത്തെ വർക്ക്സ്, ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് എടുത്ത് നോക്കിയാലും മധുരം എടുത്ത് നോക്കിയാലും, ഇൻഫാക്ട് ആട്ടം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഷോട്ടുകൾ ഭയങ്കര ക്രിസ്പായിരുന്നു. ഇത് സാധാരണ ഒരു സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ക്യാരക്ടർ ഒരു സാധനം എടുത്തിട്ട് തിരിയുന്നു, ക്ലോസ് റേഞ്ചിലൊരു ഷോട്ട് കണ്ടതിന് ശേഷം തിരിഞ്ഞ് അതേ ഷോട്ട് തന്നെ വൈഡിൽ നമ്മൾ കാണുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്ക് ആട്ടം കാണുന്ന സമയത്താണെങ്കിലും ഈ പറഞ്ഞ മധുരം കാണുന്ന സമയത്തല്ല, കണ്ടിന്യൂറ്റി ഭയങ്കര ക്രിസ്പാണ്. അതായത് ഒരു പോയിന്റിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അതേ പോയിന്റിലാണ് അടുത്ത ഷോട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഈ തരത്തിലായിരിക്കണം എന്നുള്ളൊരു ധാരണ മുമ്പേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എല്ലാത്തിലും നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ പ്ലാൻ ചെയ്യും. ഇപ്പം കേരള ക്രൈം ഫയൽസിൽ ഒത്തിരി അങ്ങനെ പ്രീയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ കട്ട് കേരള മധുരത്തിലും ഏറെക്കുറെ ഉണ്ടായിരുന്നു. കാരണം അതായത് നമ്മൾ കേരള ക്രൈം ഫയൽസിനൊക്കെ പ്രീ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാനും കൂടെ ഇരിക്കും. ഇപ്പോൾ അരവിന്ദ് പറഞ്ഞ പോലെ സീനിന്ന് നമ്മളിപ്പം ഈ സീൻ എൻഡ് ചെയ്യണത് ഇവിടെ കട്ടാണല്ലോ, അപ്പം നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്യും ഈ കട്ട് ക്ലോസിൽ കട്ട് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ സീൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത്, അങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതായിരിക്കണം ചിലപ്പോൾ. അതപ്പം റൈറ്റിംഗ് സമയം ഉള്ള പ്ലാനിങ് അല്ല റൈറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഇരുന്ന് പ്ലാൻ ചെയ്യും. നമ്മൾ ഷോട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് സെഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഷോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാനും കൂടെ ഇരിക്കും, നമ്മളും കൂടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാനുകൾ, ഈ ട്രാൻസിഷൻ കട്ടുകളെല്ലാം ആ സമയത്ത് പ്ലാൻ ചെയ്യും. ഞാനിത് ചോദിക്കാൻ കാര്യം, പിന്നെ ആട്ടം സിനിമയിൽ ആ ഒരു ഡിസ്കഷൻ സീൻ ഉണ്ടല്ലോ, ഒരു വീട്ടിൽ വെച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ത്രൂ ഔട്ട് ആ ഒരു ലൊക്കേഷനാണ്. അപ്പം നമുക്ക് ഒരു അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ലാഗ് ഫീൽ ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അത്. പക്ഷേ അതിനെ അവിടെ രക്ഷിച്ചത് അല്ലെങ്കിൽ അതിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തിയത് ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു സീൻ ഇവോൾവ് ചെയ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സീൻ എഡിറ്റ് ചെയ്തത്? ആ സീൻ ചെയ്യുമ്പോൾ ശരിക്കും ആനന്ദ് എബൌട്ട് എല്ലിയുടെ ഒക്കെ ഒരു റെഫറൻസും സംഭവങ്ങളും പറയാം. കാരണം നമ്മൾ മ്യൂസിക് ഉപയോഗിക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആനന്ദിൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും ചെയ്യും, ആനന്ദ് നമ്മളൊരു മ്യൂസിക് ഒരു ട്രാക്കിൻ്റെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ നമ്മൾ വെറും ഡയലോഗും SFX മാത്രം വെച്ചിട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു ലാഗ് അടിക്കില്ലേ എന്ന് ഭയങ്കര
ഒരു ഒരു ഡൗട്ട് എന്തായാലും. കാരണം നമ്മൾ ഒരു റഷ് വന്ന് നമ്മൾ ആദ്യത്തെ 1 ടൈമിൽ നമുക്ക് ഭയങ്കര ത്രില്ലടിപ്പിക്കും. സെക്കൻഡ് ടൈം വാച്ചിങ്ങിൽ നമുക്ക് ആ ത്രില്ല് കുറയും. തേർഡ് ടൈം വാച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ കണ്ടന്റ് ഉള്ളിലുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ഇത് പോകും. കാരണം പിന്നെ നമുക്കിത് ലാഗാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്ന ഒരു മൊമെന്റ് വരും. പക്ഷേ അപ്പോഴും നമുക്കൊരു അപ്പോൾ ആനന്ദോടെ നമുക്ക് എന്തായാലും ഒരു മ്യൂസിക് വേണ്ട. കാരണം നമ്മൾ 1 or 2 പീസ് മ്യൂസിക് ഉപയോഗിക്കത്തുള്ളൂ. അത് അവർ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അടുത്ത സിറ്റുവേഷനിലുള്ള ചേഞ്ചിൽ മാത്രമേ നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുള്ളൂ. അത് ആനന്ദ് ഉറപ്പിച്ചു പറഞ്ഞു. ആ ഒരു മാറ്റം നമ്മൾ എന്തായാലും സ്കോർ എന്നുള്ള ഒരു ഇതിലേക്ക്. എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ സ്കോർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ഒരു ഇതാണ്. അപ്പോൾ ആനന്ദോടെ ആവേശം നമുക്ക് ആ ഒരു ഡിസ്കഷൻ വേണ്ട. കാരണം അത് നമ്മൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തീരുമാനിച്ചാൽ നമ്മൾ സ്കോർ ഇല്ലാതെയാണ് സിനിമ ചെയ്യാൻ പോകണം എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം എന്നിട്ട് പക്ഷേ ഒരു സാധനത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് റിലീവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ നമ്മുടെ ജഡ്ജ്മെൻറ്റ്. ഫസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ത്രില്ലുണ്ട്. ആ സാധനം ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അത് നമ്മളിനി 50 വട്ടം കണ്ടാലും ഞാൻ എപ്പോഴും ആലോചിക്കണം, ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്തത്. അതാണ് ജഡ്ജ്മെൻറ്റ്. ആദ്യം കണ്ടപ്പോൾ എന്നെ ത്രില്ല് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഓഡിയൻസിന് ത്രില്ല് ചെയ്യും. അതെ, ശരിയാണ്. അപ്പം നമ്മൾ റിപ്പീറ്റ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കുന്നതിൽ അർത്ഥമില്ല. അത് നമ്മൾ ഒരുപാട് വട്ടം കണ്ടുകൊണ്ട് ചിലപ്പം നമുക്ക് ആ ഡയലോഗ്, പക്ഷെ നമ്മൾ ആദ്യം അത് ത്രില്ലടിപ്പിച്ചോ അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കളയാറില്ല. അത് വയ്ക്കും. അല്ലേ. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ഒരു ഡയറക്ടർ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറുടെ ഒരു പേഴ്സ്പെക്റ്റിലായിരിക്കും അത് പോകുന്നത്. പക്ഷേ ഒരു എഡിറ്റിംഗ് ടേബിൾ അത് വരുന്ന സമയത്ത് ഒരു എഡിറ്റർക്ക് പല ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡയറക്ടറിൻ്റെ പേഴ്സ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കണം, ഓഡിയൻസിൻ്റെ പേഴ്സ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കണം ഒബ്വിയസ്ലി. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് മ്യൂസിക് വളരെ സട്ടിലായിട്ടേ ഉള്ളൂ, സൗണ്ട് എഫക്ട്സും ആംബിയൻസ് ഒക്കെ ആയിട്ട്. പക്ഷെ എങ്കിൽ കൂടി ആ സിംഗ് സൗണ്ട് ആയിരുന്നു. ജിക്കു ആണ് സിംഗ് ചെയ്തത് ഭയങ്കരമായിട്ട്. പുള്ളി ഇതിൻ്റെ പിന്നെ രംഗനാഥ് രവിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തത്. സിംഗ് സൗണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പറയാൻ കാര്യം, സാധാരണ സിനിമകളിൽ BGM ആണ് ഒരു സീൻസിനെ എലിവേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അതൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ആ സീനിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു തരത്തിലും കുറയാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു എഡിറ്ററെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു ചാലഞ്ചായിരുന്നു. നമുക്ക് റഫ് ഫുട്ടേജ് ചുമ്മാ കട്ട് ചെയ്തിടുന്ന പോലെ അല്ലല്ലോ ഒരു മ്യൂസിക്, അല്ലെങ്കിൽ അതിലേക്ക് ഈ സ്ലോ മോഷൻ ഷോട്ടുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സീൻസിനെ എലിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് അങ്ങനെ ഒന്നും ഇല്ലാതെ റഫായിട്ടൊരു സിനിമ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതിപ്പോൾ ഒരു പൈലറ്റ് എപ്പിസോഡ് വെച്ചിട്ട് 2ാമത് ഡബ് ചെയ്യണ സിനിമയാണെങ്കിൽ ചിലപ്പം കഷ്ടപ്പെട്ടു പോയാൽ. ഓക്കെ, ഇതിന് സിംഗ് സൗണ്ട് ഉണ്ടായിരുന്നത് ഭയങ്കര ഗുണമായിരുന്നു. കാരണം നമുക്ക് ഏകദേശം ഒരു ഫൈനൽ പ്രൊഡക്റ്റ് പോലെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുമായിരുന്നു സീനിനെ. പിന്നെ മൾട്ടിക്യാമാണ് കൂടുതൽ യൂസ് ചെയ്തത്. കാരണം എല്ലാവരും പുതിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആനന്ദിന് ആദ്യമേ, കാരണം മൾട്ടിക്യാം ആണെങ്കിൽ നമുക്ക് ഒരു ടേക്കിൽ അത് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ കൗണ്ടർ സാധനങ്ങളും അപ്പം തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷൂട്ടിനൊരു 45 ദിവസം മുമ്പ് ഫുൾ സിനിമ റിഹേഴ്സലാണ്. ഓക്കെ, മൊത്തം സിനിമയും. അതായത് നാടകം പഠിക്കുന്ന പോലെ തന്നെ. നാടകമല്ല, അവർ സിനിമ സീനായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷനിൽ ഏകദേശം 10 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മലയാള സിനിമയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ അടുത്തൊന്നും സംഭവിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻസ് ഇല്ല, ഡയലോഗിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഇല്ല, പെർഫോം ചെയ്യണതിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഇല്ല. ഇവർ സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ആനന്ദ് ഇങ്ങനെ പറഞ്ഞിട്ട്, ഇവർ 10-22 വർഷമായിട്ടുള്ള നാടക സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്യുന്ന സിനിമയാണ്. അപ്പം അതിൽ ഇങ്ങനെ അവരുടെ സുഹൃത്തുക്കളാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ വിനയും ഷാജൻ ചേട്ടനും സെറിനും നന്ദനൊക്കെയാണ് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആദ്യം ഫസ്റ്റിൽ ഇവരുടെ സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു, ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷൻ ലോകധർമ്മി എന്ന് പറഞ്ഞ ഡ്രാമ സ്കൂളിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്, അവരുടെ ട്രൂപ്പിൽ വെച്ച്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടുമ്പോൾ എല്ലാം നാടകക്കാരാണ്. അപ്പോൾ എല്ലാ നാടകക്കാരായിട്ട് അപ്പം എൻ്റെ ഉള്ളിലൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദ് നാടകക്കാരനാണ്. ആനന്ദിൻ്റെ കൂടെ ഞാൻ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഒരു നാടകക്കാരൻ ചെയ്യുന്ന സിനിമ, അഭിനയിക്കുന്ന എല്ലാവരും നാടകക്കാർ. അപ്പോൾ ഇതിൽ സീൻസ് ചെയ്തു വരുമ്പം ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നാടകത്തിൻ്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ, അത് കയറി വരുമോ, എങ്ങനെയായിരിക്കും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പടം എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ. അതിന് ഷൂട്ട് കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ഫുട്ടേജ് വന്നിട്ട് അത് പ്ലേ ചെയ്ത് കാണുമ്പോൾ ശരിക്കും ഞെട്ടിയത് ഞാനാണ്. കാരണം ഭയങ്കര ലൈവായിട്ടാണ് ഒരു പെർഫോം ചെയ്തിട്ടുണ്ടായത്. എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇതിൽ മോശം പെർഫോമൻസ് ഇല്ല. അതാണ് അത്ഭുതപ്പെടുന്നത്. എല്ലാവരും മത്സരിച്ച് ജീവിക്കുകയായിരുന്നു അതിൽ. അതുപോലെ മധുരം
കഴിഞ്ഞിട്ട് കേരള ക്രൈം ഫയൽസ് വർക്ക് ചെയ്യുന്നു. രണ്ടും ഒരേ ഡയറക്ടർ. മധുരം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ആട്ടമാണ്. ആട്ടമാണല്ലേ? ആട്ടം കുറച്ച് ഡിലേ ആയെന്നുള്ളൂ. ആട്ടമാണ് എൻ്റെ സെക്കൻഡ് മൂവി ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മധുരത്തിന് ശേഷം മധുരം കണ്ടിട്ട് ആട്ടത്തിലേക്ക് എന്നെ ആനന്ദ് വിളിക്കുന്നത്. ഓക്കെ, കേരള ക്രൈം ഫയൽസ് ആണ്. പക്ഷേ അതിന് മുമ്പേ എനിക്ക് ആട്ടത്തിന് മുമ്പേ കേരള ക്രൈം ഫയൽസ് ഇറങ്ങി, വേല ഇറങ്ങി. അതെ അതെ. മധുരം കഴിഞ്ഞിട്ട് അതേ ഡയറക്ടറുടെ ഒരു വെബ് സീരീസ്, അതേ ഡയറക്ടറുടെ കൂടെ ഒരു വെബ് സീരീസ് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെബ് സീരീസ് എഡിറ്റ് ചെയ്യുക, സിനിമ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഫ്ലോയെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു സിനിമ എഡിറ്റ് ചെയ്യുമ്പോഴും ഒരു വെബ് സീരീസ് എഡിറ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത്? വെബ് സീരീസിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഫ്രീ മൈൻഡ് ഉണ്ട്. കാരണം വെബ് സീരീസിന് അത്യാവശ്യം സ്പേസ് വെച്ച് ചെയ്യാൻ പറ്റും. കാരണം അതിന് ഡിമാൻഡ് ചെയ്യുന്ന പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എപ്പിസോഡിനും ഒരു എപ്പിസോഡ് പഞ്ച്, അത് മിക്കവാറും സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ ഉണ്ടാവും സാധനം. പിന്നെ സിനിമയെക്കാളും എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് വെബ് സീരീസാണ്. വർക്ക് ലോഡ് കൂടുതലായിരിക്കും. കാരണം ഷൂട്ട് ഡേയ്സ് ഒത്തിരി ഉണ്ടാവും, കണ്ടൻറ്റ് ഒത്തിരി ഉണ്ടാവും, ലേയേഴ്സ് ഒത്തിരി ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു മൊത്തം സിനിമ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു 1.25 മണിക്കൂർ, സെക്കൻഡ് ഹാഫ് ഒരു 1 മണിക്കൂർ, അല്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ഒരിക്കലും ലാഗ് ചെയ്യാതെ നിർത്തുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർത്തുക. സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് ഹാഫ് അതിലും ഗംഭീരമായിട്ട് നിർത്തുക. അല്ലെങ്കിൽ എഡിറ്ററുടെ ഇതുകൊണ്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര മോശമായി അങ്ങനെ പറയും. ആ ഒരു ഇത് പിടിച്ചു നിർത്തണം. തിയേറ്ററിലാണല്ലോ ഈ സാധനം. ആ ഒരു ടെൻഷൻ വെബ് സീരീസിനില്ല. വെബ് സീരീസിന് ചിലപ്പം ഇടയിൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ലാഗ് വരാം, ഇത് വരാം. പിന്നെ എല്ലാ അരമണിക്കൂർ അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ട്. കാരണം ഒരു എപ്പിസോഡ് കഴിഞ്ഞു, അടുത്ത എപ്പിസോഡ് തുടങ്ങും. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഗംഭീരമാക്കിയാൽ മതി. ഓരോ എപ്പിസോഡാണ്. കാരണം കാണുന്ന ഓഡിയൻസിന്, ഞാൻ മനസ്സിലാക്കി, കാണുന്ന ഓഡിയൻസിന് ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അവർ മെൻ്റലി ഓക്കെ ഈ എപ്പിസോഡായിട്ടാണ് വിലയിരുത്തണേ. ഫസ്റ്റ് എപ്പിസോഡ് നല്ലതാണ്, അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡ് ഓക്കെയാണ്, രസമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാണ്ട് അവർ 3 മണിക്കൂർ എപ്പിസോഡിനെ ഒരുമിച്ച് ഒരിക്കലും ഒരു അഭിപ്രായം പറയാറില്ല. അങ്ങനെ ഒരു ഗുണം വെബ് സീരീസിനുണ്ട്. ഈ വെബ് സീരീസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ് സീരീസ് കംപ്ലീറ്റ്ലി ഒരു സിനിമ പോലെ ഫുള്ളങ്ങ് ഷൂട്ട് ചെയ്യുക. ഒരിക്കലും അങ്ങനെയല്ല. ഷൂട്ടിംഗ് പ്രോസസ്സ് സിനിമ പോലെ തന്നെയാണ്. കാരണം നമ്മൾ സിനിമ ചാർട്ട് ചെയ്യുന്നതനുസരിച്ച് പല രീതിക്ക് തന്നെയാണ് ഷൂട്ട്. പക്ഷേ അതിന് കൃത്യമായ ബ്രേക്കിംഗ് പോയിന്റുകളുണ്ട്, എപ്പിസോഡിൻ്റെ ബ്രേക്കിംഗ് പോയിന്റുകളുണ്ട്. അപ്പോൾ വെബ് സീരീസിൽ വേറൊരു പ്രശ്നം, നമുക്ക് സിനിമ പോലെ എടുത്ത് അങ്ങ് ഷഫിൾ ചെയ്യാൻ പറ്റില്ല സീൻസിനെ. കാരണം വെബ് സീരീസിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയായിരിക്കും. ഇതിങ്ങനെ വന്ന് ഒരു പോയിന്റിൽ നിർത്തും. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായോണ്ടോ ഞാൻ പറയണത്. മറ്റേ ബാക്കി ഞാൻ വർക്ക് ചെയ്തില്ല. ഇതിലൊക്കെ എന്ന പ്രശ്നം ഒരു അന്വേഷണം ഒരു കാലത്ത് വന്ന് അവിടെ ഒരു പഞ്ചിലായിരിക്കും ഇത് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ അന്വേഷണം പോണ വഴിക്കുള്ള ഇതിലൊരു സീൻ എടുത്ത് സിനിമ ചെയ്യണ പോലെ അല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ ഭയങ്കരമായിട്ട് പ്രശ്നം വരും. അപ്പം ശരിക്കും അത് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് തന്നെയാണ് വെബ് സീരീസ് പോണത്. ഈ ആട്ടം സിനിമയുടെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നടന്നിട്ടുള്ളൊരു ക്രൈം ഞാൻ കൂടുതൽ അനാലിസിസ് നടത്തി അതിനൊരു സ്പോയിലർ എലമെൻ്റ് ആക്കുന്നില്ല. സിനിമ റീ റിലീസിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതെ, ഇന്ന് റീ റിലീസ് ചെയ്യാണ്. അപ്പം ആ ഒരു ക്രൈം നടന്നതിന് ശേഷം അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് പുറത്ത് കാർമേഘം ഇരുണ്ട് കൂടുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. മരങ്ങൾ ഇങ്ങനെ ഒലയുന്നത്, കാറ്റടിക്കുന്നത്. അതുപോലെ തന്നെ ആ ഡിസ്കഷൻ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന സമയത്ത്, അത് പോസിറ്റീവ് ആയോ നെഗറ്റീവായോ, അത് കൺക്ലൂഡ് ചെയ്യുന്ന ആ സമയത്ത് മഴ പെയ്തിറങ്ങുകയാണ്. അപ്പം അങ്ങനത്തെ എലമെൻ്റൊക്കെ ആഡ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഡയറക്ടറുടെ തന്നെ കൺവിക്ഷൻ ആണോ അതോ എഡിറ്റർ എന്ന നിലയ്ക്ക് ചേട്ടൻ അതിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ടെർമോയിൽ നമുക്ക് മനസ്സിൻ്റെ ഒരു അല്ലല്ല അത് ആനന്ദിൻ്റെ. കാരണം ഇവരുടെ ക്യാരക്ടർ മാറി അനുസരിച്ച് പ്രകൃതി മാറുന്നുണ്ട് അതിൽ. അതായത് ഇവർ ആദ്യം തുടങ്ങുമ്പം വളരെ നല്ല ക്ലൈമറ്റിൽ തുടങ്ങുന്ന ഒരു കഥ ആ സ്ക്രിപ്റ്റ് പോണ പോലെ തന്നെയാണ്. പ്രശ്നം വരാൻ തുടങ്ങുമ്പോൾ ഇടിവെട്ടി തുടങ്ങുന്നു. ഹരി എന്ന് പറഞ്ഞ ക്യാരക്ടർ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഇരുണ്ട് തുടങ്ങി. ഹരിയുടെ ക്യാരക്ടർ പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഷോട്ട് പറഞ്ഞത്. അതായത് എല്ലാവരും ആടാൻ തുടങ്ങി, എല്ലാവരും മാനസികമായിട്ട് ആടാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് മഴയായി. അവസാനം അഞ്ജലി വേണ്ടാന്ന് വെച്ച് ഇറങ്ങി പോണിടത്ത് ശരിക്കും മഴ പെയ്തു തോന്നുന്നു. അത് ശരിക്കും ആനന്ദിന്റെ ഒരു പ്ലാൻ തന്നെയാണ്. അങ്ങനത്തെ ചില റെപ്രസെന്റേഷനുകളും ഈ പറഞ്ഞ പോലെ മെറ്റഫറിക് ആയിട്ട് ശരിക്കും എല്ലാവരും ഒന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്നും ഇല്ല തോന്നുന്നു. കാരണം ചിലയിടത്തൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു കേട്ടു. ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എന്നെ കൂടുതൽ ഹിറ്റ് ചെയ്ത ഒരു അല്ലെങ്കിൽ കാരണം ആൾക്കാരുടെ സ്വഭാവത്തിന് പ്രകൃതിയോട് ശരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിൽ. അങ്ങനെ ഒരു പരിപാടി. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ എഡിറ്റ് ചെയ്തതാണ്. അതെ അതെ. കാറ്റൊക്കെ ഷൂട്ട് ചെയ്തൊക്കെയാണ്. കാരണം
ക്ലൈമറ്റ് മാറി മാറി വരണത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ അത്രയും പ്രശ്നം നടക്കുമ്പോൾ പുറത്ത് മഴയും ഇടിയുമാണ്. അതെ അതെ, അത് ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ്. ഓക്കെ. അപ്പം അത് എഡിറ്റ് ചെയ്യുന്ന വരുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഈ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലെ ഈ ടെർമോയിൽ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം അത് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ സിനിമകളിൽ വലിയൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻ്റർലൂഡൊക്കെ കൊടുത്ത് ആ സീനിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ഒരു പരിപാടിയില്ല. എനിക്ക് തോന്നുന്നു അവർ ആ മഴ വന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മാത്രം ഒരു ബേസിക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം എഡിറ്റിംഗ് ആണ് അതിൽ മെയിനായിട്ടൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. കാര്യം ആ ഇമോഷൻ അതേപോലെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ വർക്ക് ആവും എന്നുള്ളത് എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നപ്പോൾ തന്നെ ചേട്ടന് അത് കിട്ടിയായിരുന്നു. പിന്നെ ഇവർ ഇതിൻ്റെ പടത്തിൻ്റെ ഒരു സ്പീഡുണ്ട്. കാരണം ഇത് ആദ്യം തുടങ്ങുമ്പം നമ്മൾ ഭയങ്കര അത്യാവശ്യം ഷോർട്ട് ലെങ്തും അത്യാവശ്യം സ്പേസിൽ നിന്നാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ശരിക്കും എല്ലാവരും നോർമലാണ്. കാരണം എല്ലാവരും നല്ല മനുഷ്യരാണ്. എല്ലാവരും നമ്മൾ കാണുന്ന സാധാരണ ആൾക്കാർ ഭയങ്കര സൗഹൃദത്തിലുള്ള ഒരു ടീമാണ്. അഞ്ജലിയുടെ ഈ പ്രശ്നം കഴിഞ്ഞ് ഹരി വന്നു പോയി കഴിഞ്ഞ് ആ മഴ തുടങ്ങണത് തൊട്ട് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞു, നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രെയിംസുകളെല്ലാം ടൈറ്റാണ്. അതെ. അപ്പം എഡിറ്റിലായാൽ പോലും ഞാൻ മാക്സിമം ക്ലോസ് വെച്ച് വർക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെല്ലാവരുടെയും സ്വഭാവം ഭയങ്കര അവരിലേക്ക് ഒതുങ്ങി. ഇവരുടെ എല്ലാ സ്വഭാവം ഇവരുടെ ഉള്ളു. കാരണം അത്രയും നാൾ അവർ അരങ്ങെന്ന് പറഞ്ഞ ട്രൂപ്പിലെ ആൾക്കാരായിരുന്നു. ഇവിടുന്ന് ഇവർക്ക് പൈസ എന്നൊരു സാധനം വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് മാറുമ്പോൾ ഒരുവിധം മാക്സിമം ഷോട്ടുകളെല്ലാം ക്ലോസ് വെച്ച് വർക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ ആ പേസ് മാറി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പം കട്ടിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്. ക്യാമറയുടെ മൂവ്മെൻറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. കളർ കുറച്ചും കൂടെ മാറി അത്യാവശ്യം വേറൊരു ടോണിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ചേഞ്ച് ഗ്രാജുവലി സംഭവിച്ചിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ ഒറ്റയടിക്ക് സിനിമ കണ്ടു പോകണ ആരും അത് നോട്ടീസ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം പറഞ്ഞല്ലോ, സിനിമ കാണുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷേ ചേട്ടൻ എഡിറ്റ് ചെയ്യുന്ന ആസ് എ ടെക്നീഷ്യൻ ചേട്ടൻ ഈ സാധനം മനസ്സിലായി കാണും. അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളൊരു വിഷമം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? പിന്നെ കാരണം എനിക്ക് തോന്നുന്നു ആട്ടത്തിന് എനിക്ക് ആനന്ദിന് ഭയങ്കര ഇതായിരുന്നു ആട്ടത്തിൽ എഡിറ്റിങ്ങിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണമെന്ന്. കാരണം ഇവിടെ ഇതിനും പല മനുഷ്യനും പല അവാർഡിലും വരുമ്പോഴും ആനന്ദ് തന്നെ വിളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ എഡിറ്റിംഗ്, എൻ്റെ അടുത്ത് ആനന്ദ് വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എന്താണ് മാഷ് ഇതിൻ്റെ എഡിറ്റിങ്ങിന് ആരും മനസ്സിലാക്കാതെ പോകുന്നത്, എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം? ഞാൻ പറഞ്ഞാൽ അറിയില്ല ആനന്ദ്, ചിലപ്പോൾ എഡിറ്റ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് നമുക്കൊരു അവാർഡല്ലേ. എഡിറ്റ് ചെയ്തു എന്ന് അറിയാതെ ആ പടം കണ്ടു തീർക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ആനന്ദന് അത് അങ്ങനെയല്ല. അത് കാരണം ഇതിന് ഭയങ്കര ഒരു വിഷ്വൽ കെമിസ്ട്രി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ആർക്കും കിട്ടുന്നില്ല. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ ആനന്ദ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഇൻ്റർവ്യൂസിൽ പറയണത് ശരിക്കും പറഞ്ഞാൽ ആട്ടത്തിൻ്റെ എഡിറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ജൂറി നാഷണൽ അവാർഡിൻ്റെ ഇതിലുണ്ടായി എന്നുള്ളത് ആണ് ആനന്ദിന് ഏറ്റവും വലിയ സന്തോഷം എപ്പോഴും പറയണത്. ഇപ്പം പറഞ്ഞല്ലോ എഡിറ്റിംഗ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. എഡിറ്റിംഗ് മാത്രമല്ല, സിനിമയുടെ പുറകിലുള്ള പല മേഖലകളിലും ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ അങ്ങനെ മെയിൻ സ്ട്രീമിൽ എത്തുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സിനിമകൾ സ്റ്റാർസിൻ്റെ പേരിൽ മാത്രമാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇന്ന് ടെക്നീഷ്യൻസും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പം നമ്മൾ വളരെ പോപ്പുലർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ഉള്ളൊരു ഡയറക്ടർ സിനിമ നോക്കി സിനിമ കാണുന്നൊരു പരിപാടിയുണ്ട്. എഡിറ്റർ ഒബ്വിയസ്ലി എഡിറ്റ് ചെയ്തത് ആരാണെന്ന് നോക്കി സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ഈ മാറ്റം വരാൻ കാരണം ഈ ഓൺലൈൻ മീഡിയാസും അവരൊക്കെയാണ്. കണ്ടോ, പണ്ട് മെയിൻ മീഡിയ മാത്രമുള്ള സമയത്ത് അവരൊരിക്കലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്ലോട്ട് കിട്ടുമ്പം ഒരിക്കലും ഒരു എഡിറ്ററിൻ്റെയോ അല്ലെങ്കിൽ ക്യാമറ ചെയ്ത ആളുടെ ഒന്നും ഇൻ്റർവ്യൂ എടുത്തിട്ട് ആ സമയം അവർ കളയില്ല. കാരണം അവരെ സംബന്ധിച്ച് റേറ്റിംഗ് ഓഡിയൻസൊക്കെ ഉള്ളൊരു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്ലാറ്റ്ഫോംസ് ഒത്തിരി ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇതുപോലത്തെ ഇപ്പം നിങ്ങൾ തന്നെ ചെയ്യണത് തന്നെ വലിയ കാര്യമല്ലേ. എന്താ ഒരു ടെക്നീഷ്യനെ കൊണ്ടുവരുത്തി നിങ്ങൾ ഇൻ്റർവ്യൂ എന്ന് അങ്ങനെ ഒരു സാധനം ഇപ്പം വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ അറിയാനും അവർ ചെയ്യുന്ന പണി എന്താണെന്ന് മനസ്സിലാക്കാനും കുറേയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എഡിറ്റിംഗ് എന്താണെന്ന് പോലും ഇന്നത്തെ ഈ കാലഘട്ടത്തിലും എഡിറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എത്ര പേര് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വേണ്ടാത്ത സാധനങ്ങൾ മുറിച്ച് കളയുന്ന ആളല്ലേ ഇപ്പോഴും ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ദൈവം എന്താ ഇതിനെന്ത് മറുപടി പറയാൻ. സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു
ഈ പറയുന്ന പോലെ പൂന്തോട്ട പാലകൻ്റെ ജോലി എന്താണോ അതാണ് സിനിമയിൽ ഒരു എഡിറ്ററെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് അതിന് മറുപടി ഇല്ല. കാരണം ഇത്രയും അറിയാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് എഡിറ്റിംഗ് എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്ക് എന്ത് പറയാൻ പറ്റും? കാരണം ഒന്നും പറയാമല്ലോ. നിങ്ങൾ സിനിമ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് കൂടുതലുള്ള സാധനങ്ങൾ വെറുതെ എടുത്തു കളയുന്ന ആൾക്കാരല്ലേ, വേണ്ടാത്ത എടുത്ത് കളയാൻ അതേന്ന് പറയും. അല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഗാർഡനിങ് ചെയ്യുന്ന പൂന്തോട്ടം എത്ര മനോഹരമാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഭംഗി അങ്ങനെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പം അത് തന്നെയാണ് സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു എഡിറ്ററെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ മുഖ്യധാരയിലോട്ട് വരാത്ത ഈ ഒരു അവസ്ഥ ദൂരീകരിക്കപ്പെടണം എന്നുള്ളൊരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? കാര്യം നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് എല്ലാ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയാണോ ചേട്ടനുള്ളത്? അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. കാരണം എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ പിന്നോട്ട് നിൽക്കത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഇനിയുള്ള കാലത്ത് എന്തായാലും, കാരണം പുതിയ തലമുറ എന്തായാലും ടെക്നീഷ്യന്മാരെയും അതിൻ്റെ പിന്നിൽ എല്ലാവരെയും ഈച്ച് ആൻഡ് എവരി ആൾക്കാരെ നോട്ട് ചെയ്ത് അവരെ ഫോളോ ചെയ്ത് ഒക്കെയാണ് പുതിയ തലമുറ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അവരെന്താ ഇപ്പം പുതിയ ആൾക്കാരിൽ ഇപ്പം എഡിറ്റേഴ്സ് ആണ് ഇപ്പം അവരിപ്പം ഏത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണത് എല്ലാവരുടെ കയ്യിൽ അപ്ഡേറ്റ് അല്ലേ. എല്ലാവരും ആരെന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാമെന്നുള്ള കാലമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ. തീർച്ചയായിട്ടും എഡിറ്റേഴ്സിൻ്റെ എടുത്ത് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണിത്. ഇപ്പം വളരെ മോശമായൊരു സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് നമുക്ക് ഭംഗിയാക്കാനും വളരെ നല്ല മികച്ചൊരു സ്ക്രിപ്റ്റ് ഒരു എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് മോശമാക്കാനും പറ്റും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? പറ്റായി അത് സംഭവിക്കാൻ വേണമെങ്കിൽ. പക്ഷേ നമ്മളിപ്പോൾ ചില സിനിമകൾ ഇപ്പം തിയേറ്ററിൽ വന്നിട്ട് ഇവിടെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഞാൻ ചില റിവ്യൂസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് എഡിറ്റർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പടം കുറച്ചും കൂടെ നന്നായേനെ, അല്ലെങ്കിൽ ഈ പടത്തിന് ഇത്രയും ലെങ്ത് വയ്ക്കാതെ എഡിറ്ററിന് നോക്കാമായിരുന്നു. ഞാൻ റിവ്യൂസ് കാണും. സത്യം പറഞ്ഞാൽ ഇത് പറയുന്നവർക്ക് എനിക്കത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരിക്കലും ഒരു എഡിറ്റർ ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പടത്തിൽ ഒരു 3 മാസമൊക്കെ ഇരുന്നിട്ട് ഒരു എഡിറ്റർ വർക്ക് ചെയ്തിട്ട് ഇയാളിത് ആരെയും കാണിക്കാണ്ട് കൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യണതല്ല. ഇത് ഡയറക്ടറിൻ്റെ ആൾക്കാർ ഒരു 19 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടർ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പ്രൊഡക്ഷൻ ടീം കണ്ടിട്ടുണ്ടാവും, പ്രൊഡ്യൂസറിൻ്റെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും കൂടെ കണ്ടിട്ട് ഒരു കോമൺ ആയിട്ടൊരു തീരുമാനമാണ് ഇത്. അപ്പോൾ അത് ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ആ എൻ്റെ ടീമിൻ്റെ മൊത്തം ടീമിനും എല്ലാവരും അംഗീകരിച്ചിട്ട് തന്നെ ആയിരിക്കും സീൻസ് എല്ലാം നിൽക്കണേ. പക്ഷേ ഇത് പുറത്തുനിന്ന് പറയുമ്പോൾ ഇത് എഡിറ്റർ ശ്രദ്ധിച്ചിട്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ ഇതെന്ത് എഡിറ്റർ ഇത് ആരെയും കാണിക്കാതെ കൊണ്ട് റിലീസ് ചെയ്ത സാധനമാണോ? അല്ലല്ലോ. ശരിയാണ്. എഡിറ്റിംഗ് ഈസിയാണോ? ഒരിക്കലുമല്ല. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷമ വേണം ഒന്നാമത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നാൾ പറഞ്ഞുള്ളത്, എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോഴും ഒരു പരസ്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ എന്തായിക്കോട്ടെ, ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നാൽ പോലും എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ എപ്പോഴും പേടിയോടെയാണ് ഓരോ പുതിയ വർക്കിനെയും സമീപിക്കുന്നത്. കാരണം ഞാൻ ശരിക്കും വിചാരിക്കും ഞാൻ ചെയ്താൽ ശരിയാവുമോ, ആ പേടിയുള്ളതുകൊണ്ടായിരിക്കണം നമ്മൾ അത്രയും നോക്കിയും ശ്രദ്ധിച്ചും ഓരോ സാധനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം നാളെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമുണ്ട് ഉള്ളിൽ. അപ്പം അത് ഈസി ആയതുകൊണ്ടല്ലല്ലോ, കാരണം അതൊരു ടഫ് പ്രോസസ്സാണെന്ന് നമുക്ക് ഉള്ളിലൊരു വിചാരമുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും പേടിയോടുകൂടിയാണ് എല്ലാ വർക്കിനും സമയം എന്ന് പറഞ്ഞാൽ പേടിച്ച് വരച്ചെന്നല്ല കാരണം നമ്മളെ ഏൽപ്പിച്ച സാധനത്തിൻ്റെ ഔട്ട്പുട്ട് അതിൽ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവണം. ഇല്ല, ആ പേടിയില്ലാതെ നമ്മൾ ഇതിനെ സമീപിക്കും. നമ്മൾ ഭയങ്കര ലാഘവത്തോടെ ഇതിനെ സമീപിക്കുന്ന കാലത്ത് ചിലപ്പം അതിൻ്റെ ഇത് പോകും. അപ്പം എഡിറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഏതാണ് ഒരു സീക്വൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? ഈ ആട്ടത്തിലാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ ആൾക്കാർക്ക് വിഷമമാവും. അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പം പേഴ്സണലി ഇഷ്ടമുള്ള ഒത്തിരി സാധനമുണ്ട് എഡിറ്റ് ചെയ്തതിൽ. ഞാൻ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. റെഫറൻസസ് എടുക്കാം. ചെയ്ത സിനിമകളെല്ലാം ഇഷ്ടമാണ് എനിക്ക്. അല്ല, റെഫറൻസസ് എടുക്കാറുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ട്രെയിലേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ റെഫറൻസ് ഒത്തിരി എടുക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു എഡിറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? അയ്യോ, അത് ഒത്തിരി ഉണ്ട്. എന്നാലും അങ്ങനെ ഒരുപാട് പേരുടെ ഇന്ന് എടുക്കാറുണ്ടല്ലേ. ഇതുപോലെ എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വരുന്ന പുതിയതായിട്ടുള്ള ആൾക്കാരോട് എന്താണ് ചേട്ടൻ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഡിറ്റർ എന്ന നിലയ്ക്ക് പറയാനുള്ളത്? എഡിറ്റിംഗ് എന്താ പറഞ്ഞാൽ, എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരോട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ എഡിറ്റർ ആവും എന്നൊരു ധാരണ. ആ ധാരണ വച്ചുകൊണ്ട് വരരുതെന്നാണ് എനിക്ക് ആകെ പറയാനുള്ളൊരു സാധനം. കാരണം നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേരെല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് FCP പഠിച്ചു അല്ലെങ്കിൽ പ്രീമിയർ പ്രോ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് തന്നെ ഒരു എഡിറ്റർ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുക.
അപ്പം അതല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറകിലൊരു ഹാർഡ് വർക്ക് ഉണ്ട്. കാരണം ഞാൻ എന്നെ പറയില്ല, അപ്പം നമുക്ക് മുമ്പുള്ള സീനിയേഴ്സ് ആയാലും അവരൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അവർ ചെയ്തു വന്നൊരു വഴിയുണ്ട്. നമ്മളത് ഫോളോ ചെയ്ത് തന്നെ പെട്ടെന്നൊരു സാധനം ചെയ്തെത്തിക്കാൻ കഴിവുണ്ടാവുമായിരിക്കും. അതിനല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനെ സമീപിക്കേണ്ട രീതിയുണ്ട്. ഒന്നാമത് ഇതിൻ്റെ പേരിലുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇന്നിപ്പം എൻ്റെ അടുത്ത് വർക്കിന് പറഞ്ഞ പലരും പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന ചില ആളുകൾ, ഞാൻ എല്ലാവരും കുറ്റം പറഞ്ഞില്ല, ചില പുതുതായിട്ട് പഠിച്ചിറങ്ങിയിട്ട് ഇവർക്ക് ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പിൽ പുതിയത് അങ്ങനെയാണല്ലോ, ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എല്ലാം ചെയ്യാം. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം, നമ്മളൊരു വർക്ക് കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്തപ്പോൾ ഒരു പരസ്യമൊക്കെ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ കമ്മിറ്റ് ചെയ്തിട്ട് ഇവർ ചെയ്യും. ഇവരിപ്പം ഇവിടെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്തു തരും. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി ഡയറക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അതിൻ്റെ ഔട്ട് കിട്ടത്തില്ല. ഇവിടുന്ന് ഇന്നിപ്പോൾ കൊച്ചിയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നാളെ വിളിച്ചു കഴിഞ്ഞാൽ മൂന്നാറായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും. അങ്ങനെ അതെന്താ പറയുക, ഇതിനെ പ്രൊഫഷണലായിട്ട് കാണാത്തതിൻ്റെ പ്രശ്നം അത്. ഈ പ്രശ്നം ശരിക്കും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നല്ല രീതിക്കുണ്ട്. നല്ല രീതിക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വർക്കിന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയറക്ടേഴ്സ് പറയുന്നൊരു കംപ്ലയിൻറ്റ് ഇതാണ്. എനിക്ക് തോന്നുന്നു അത് നമുക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ കാലം പലരുടെ നിന്ന് അവരുടെ അച്ചടക്കവും അവർ ചെയ്തു വന്ന ഇതിൻ്റെ പ്രൊഫഷണൽ രീതിയും നമ്മൾ കണ്ടുപഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ കയ്യിലുള്ള ആൾക്കാർ എഡിറ്ററായി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ പ്രൊഫഷണൽ രീതികളുണ്ട്. കാരണം നമ്മളൊരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു എഡിറ്ററിനെ സംബന്ധിച്ച് എഡിറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഹാർഡ് ഡിസ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് തീരുന്നില്ല. ഞാൻ ചെയ്ത സാധനത്തിൻ്റെ ഔട്ട് ഫൈനൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മ്യൂസിക് ചെയ്യുന്ന ആളുമായിട്ട് ഞാനൊരു കോർഡിനേഷൻ ഉണ്ടാവണം, SFX ചെയ്യുന്ന ആളുമായിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്യണം. കാരണം ഞാൻ മനസ്സിൽ കണ്ടൊരു സാധനം എപ്പോഴും എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിലർ വിചാരിക്കും നമ്മൾ എഡിറ്റ് ചെയ്തത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറുടെ ജോലിയാണ് ബാക്കി എല്ലാവരുടെയും. ഒരിക്കലുമല്ല. കാരണം ഡയറക്ടർ അതിൻ്റെ മേലെ ഇടുന്ന അതേ സെയിം എഫേർട്ട് എഡിറ്റർ ഇടുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്നുണ്ട്. കാരണം ഞാൻ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ അതിൻ്റെ മിക്സ് ചെയ്തിട്ട് അവിടെ പോയിട്ട്, കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സീനിലെ ഒരു കട്ടിന് ഈ കട്ടിൻ്റെ അടിയിൽ ചിലപ്പോൾ ഞാനൊരു സൗണ്ട് ചെയ്യുന്ന ആൾ നമ്മൾ എന്തായാലും അവരായിട്ടൊക്കെ നല്ല ബന്ധം. അപ്പോൾ നമുക്ക് ഈ കട്ടിൽ നിന്ന് ഇവിടേക്ക് ചിലപ്പോൾ ഡയലോഗ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മാത്രം പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജെർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവരടുത്ത് പറയും ഇവിടെ ഒരു സൗണ്ട് ഡിസൈൻ എന്തെങ്കിലും ഒരു പരിപാടി വേണം, അല്ലെങ്കിൽ അപ്പുറത്തെ സീനിൽ അടുത്ത സീനൊരു ഔട്ട്സൈഡ് സീനാണെങ്കിൽ അവിടെ ഒരു വണ്ടി പോകുന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇപ്പുറത്തെ സീനിലേക്ക് ആഡ് ചെയ്യാൻ പറയും. വണ്ടിയുടെ ശബ്ദം ഒരു കുറച്ച് ഇപ്പുറത്തേക്ക് വെച്ചേക്കാൻ പറയും. അപ്പം നമുക്ക് പെട്ടെന്ന് ജെർക്ക് ചെയ്തില്ല, ഇവിടുന്ന് വണ്ടിയുടെ ശബ്ദം വന്ന് അപ്പുറത്തെ സീനിലേക്ക് അങ്ങോട്ട് കയറി പോകും. ഇത് എൻ്റെ മൈൻഡിലുണ്ടാവും. സൗണ്ട് ഡിസൈനർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും സൗണ്ട് ഡിസൈൻ ചെയ്തു, പക്ഷേ ഇത് മിക്സ് ചെയ്യുന്ന ആൾക്ക് ഇത് ഈ പർപ്പസ് ഇതാണെന്ന് അറിയത്തില്ല. അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് എപ്പോഴും ഡയറക്ടർ ചിലപ്പോൾ അത് ഓർത്തിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഫൈനൽ പടം കാണുമ്പോൾ ഓർക്കാൻ, അപ്പം നമ്മളിത് ഇത് ഏറ്റവും അവസാനം ഫൈനൽ എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കണ്ടിട്ട് അവിടെ ഇങ്ങനെ വേണോ ഇവിടെ, അത് അവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുപോലെ നമ്മൾ VFX ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ റെഫറൻസ് എന്താണ് ഇങ്ങനെ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെപ്പോഴും ചെറിയ വർക്കാണെങ്കിലും ഏറ്റവും ചെറിയ വർക്ക് തൊട്ട് അങ്ങേയറ്റം സിനിമ വരെ ആണെങ്കിലും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ശരിക്കും ഒരു എഡിറ്റർ. ഇതാണ് ശരിക്കും പുതിയ ആൾക്കാർക്ക് ശരിക്കും അറിയാത്തൊരു സാധനമുണ്ട്. ഇവരത് എഡിറ്റ് ചെയ്തിട്ട് ഇവരൊരു പോക്ക് പോവും. പിന്നെ ഈ ഡയറക്ടർക്ക് ഇവരെ തപ്പി നടക്കല. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ല, കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് അത് ശരിക്കും ഇവിടെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും ഈ പ്രൊഫഷണലിസം കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ സോഫ്റ്റ്വെയർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ഈ പ്രൊഫഷണലിസം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? അല്ല, ഫ്യൂച്ചർ കേരള ക്രൈം ഫാസ് 2 ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ആമന്തിൻ്റെ തന്നെ ഒരു സിനിമയുണ്ട്, ഈ വർഷം ലാസ്റ്റ് ഉണ്ട്. പിന്നെ 1-2 പടം സ്ക്രിപ്റ്റ് കേട്ടിരിക്കുന്നു. അത് എപ്പോഴും സംഭവിക്കണമെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം ചേട്ടാ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിന്. വി ആർ വെരി പ്രൗഡ്. താങ്ക് യു ചേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയതിൽ നമ്മളെല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്നു. അതുപോലെ ആട്ടം നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തൊരു സിനിമയാണ്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഇതിനേക്കാൾ വലിയ ഉയരങ്ങളും പ്രശസ്തിയൊക്കെ ചേട്ടന് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.